ബിഗ് ബോസ് മലയാളം സീസണിൽ വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ താരമാണ് സിബിൻ. കയറിയ 2-ാം ദിവസം മുതൽ തന്നെ ഹൗസിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ സിബിന് സാധിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ സിബിന് വലിയ തിരിച്ചടിയാണ് ഷോയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജയിൽ നോമിനേഷനിടെ ജാസ്മിൻ്റെ പ്രകോപനത്തിൽ വീണ സിബിൻ ജാസ്മിന് നേരെ മോശമായ ആംഗ്യം കാണിച്ചതോടെയായിരുന്നു സംഭവങ്ങളുടെ തുടക്കം. പിന്നാലെ തന്നെ സിബിൻ ക്ഷമ ചോദിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം മോഹൻലാൽ നേരിട്ട് ഈ വിഷയത്തിൽ സിബിനിൽ നിന്നും വിശദീകരണം തേടി. തെറ്റാണ് സിബിൻ ചെയ്തതെന്നും അതിനാൽ ശിക്ഷയുണ്ടെന്നും മോഹൻലാൽ പറഞ്ഞു. പവർ ടീമിൽ നിന്നും പുറത്താക്കുകയാണെന്നും കൂടാതെ തന്നെ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ഇടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം വലിയ നിരാശയിലായിരുന്നു സിബിൻ. ഇപ്പോഴിതാ ഒരു പ്രമോ ബിഗ് ബോസ് പുറത്തുവിട്ടിട്ടുണ്ട്. പ്രേക്ഷകർ ആകെ ഞെട്ടിയിരിക്കുകയാണ് ആ പ്രമോ കണ്ടിട്ട്. അതിൽ ഒന്നാമത് നാം കാണുന്നത് പൊട്ടിക്കരയുന്ന സിബിനെയാണ്. പിന്നെ ഒരാളെ കൂടി അതിൽ കാണിക്കുന്നുണ്ട്. പൂജയാണ്. എഴുന്നേൽക്കാൻ പോലും വയ്യാതെ കിടക്കുന്ന പൂജയെയും അതിൽ കാണിക്കുന്നുണ്ട്. പൂജയ്ക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ല. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ആൾക്ക് ഭയങ്കര പെയിനാണ് എന്നൊക്കെ ഋഷി ക്യാമറയിൽ നോക്കി പറയുന്ന രംഗങ്ങളോടെയാണ് പ്രമോ ആരംഭിക്കുന്നത്. പൂജ കിടന്നിടത്ത് തന്നെ കിടന്ന് കരയുന്നുണ്ട്. ശരണ്യെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നത് കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർ വന്ന് പൂജയെ സ്ട്രെച്ചറിൽ എടുത്തുകൊണ്ട് പോകുന്നതാണ് കാണുന്നത്. ഇതിന് പിന്നാലെയാണ് സിബിൻ പ്രധാന വാതിലിനടുത്തിരുന്ന് പൊട്ടിക്കരയുന്നത് കാണിക്കുന്നത്. എന്ത് പ്രശ്നമാണെങ്കിലും ഫേസ് ചെയ്യാൻ റെഡിയാണ്, തന്നെ പുറത്തേക്ക് വിടണമെന്ന് പറഞ്ഞ് കൈ കൂപ്പിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് സിബിൻ പ്രധാന വാതിലിനടുത്തിരിക്കുന്നത് കാണിക്കുന്നത്. മാത്രമല്ല, കൺഫെഷൻ റൂമിൽ വെച്ച് ഇതുവരെ അനുഭവിച്ച എല്ലാ വേദനകളും ബാഡ് ട്രോമാസും തനിക്ക് തിരിച്ചു വരികയാണെന്നും അതുകൊണ്ട് തന്നെ പുറത്തേക്ക് വിടണമെന്ന് സിബിൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബിഗ് ബോസിനോട് പറയുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. സിബിൻ്റെ ഫേസ് കണ്ടാൽ അറിയാം ആൾ മെൻ്റലി ഒത്തിരി ഡൗൺ ആയി എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. സിബിൻ ക്വിറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് കൂടുതൽ പ്രമോ വന്നാലേ നമുക്ക് അറിയാൻ സാധിക്കൂ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ സിബിൻ ക്വിറ്റ് ചെയ്യരുതേ എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം സിബിൻ നല്ലൊരു പ്ലെയറാണ്. ജാസ്മിൻ ഒരു എതിരാളി ഉണ്ടെങ്കിൽ അത് സിബിനാണ്. അപ്പോൾ സിബിൻ ക്വിറ്റ് ചെയ്യാതിരുന്നാലേ ജാസ്മിനെതിരെ നിൽക്കാൻ ഒരാൾ അവിടെ ഉണ്ടാവുള്ളൂ. ഈ ഒരു കാര്യം ബിഗ് ബോസിനും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നുന്നു. കാരണം ജാസ്മിനെതിരെ നിൽക്കുന്ന ഒരാൾ അവിടെ നിന്നാൽ ജാസ്മിൻ നോമിനേഷനിൽ വന്നാൽ ജാസ്മിൻ ഔട്ടാവും എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിബിനെ മെൻ്റലി ഡൗൺ ആക്കുക എന്നുള്ളത് ബിഗ് ബോസിൻ്റെ തന്നെ ഒരു ഗെയിം പ്ലാൻ ആണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യരാണ്, എല്ലാവർക്കും തെറ്റുപറ്റും. സിബിന് തെറ്റുപറ്റി, സിബിൻ ക്ഷമ ചോദിച്ചു. ജാസ്മിന് തെറ്റുപറ്റിയിട്ട് ജാസ്മിൻ ഒരു തവണ പോലും ക്ഷമ ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല. എപ്പോൾ ജാസ്മിൻ്റെ തെറ്റ് കാണിച്ചാലും ജാസ്മിൻ അത് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്.